الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അതിൻ്റെ ഭംഗിയുമായി വളരെയധികം അതിൻ്റെ ഭംഗിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്നത്, ഗുന്നത്ത് നൽകുക. അത് കൃത്യമായ നിയമം അനുസരിച്ചായിരിക്കണം. ഇതിൽ അന്നൂനു സാക്കിന വത്തൻവീൻ, സുക്കൂൻ നൽകപ്പെട്ട നൂന്, തൻവീന്, ഇവ രണ്ടിൻ്റെയും നിയമങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ രണ്ടക്ഷരങ്ങളിലും തന്നെ സുക്കൂൻ നൽകപ്പെട്ട നൂനും തൻവീനും അസ്ലിൽ ഒരേ ശബ്ദമാണ്. കൂടാതെ മീം, ഈ നൂനും മീമും അതിൻ്റെ അടിസ്ഥാനമായി ഗുന്നത്തുള്ള ഗുന്ന എന്ന ഒരു സിഫത്ത് അതിലുള്ളതുകൊണ്ട് അവയെ ബാധിക്കുന്ന നിയമങ്ങളാണ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. തൻവീൻ എന്നത് നൂനിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെടുന്ന, നൂനിൻ്റെ ശബ്ദം തന്നെ നൽകപ്പെടുന്ന ഇരട്ട ഹറക്കത്തുകളായതുകൊണ്ടാണ് തൻവീൻ സുക്കൂനുള്ള നൂനിൻ്റെ നിയമം അതിന് നൽകുന്നത്. ഏതായിരുന്നാലും ഇഖ്ഫാ ആണ് അവസാനമായി നാം പഠിച്ചത്. ഇഖ്ഫാവും അതിൻ്റെ 15 അക്ഷരങ്ങളും ഉദാഹരണങ്ങളുമൊക്കെ നാം മനസ്സിലാക്കി പരിശീലിച്ചു വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ചില വിഷയങ്ങൾ നമ്മൾ അനുബന്ധമായി അറിയേണ്ടത്, ഇഖ്ഫാ ചെയ്യപ്പെടുന്നത് സാക്കിന നൂനിനെയോ തൻവീനിനെയോ ഏത് അക്ഷരത്തിൻ്റെ മുമ്പിലാണോ ആ അക്ഷരത്തിനനുസരിച്ച് ഈ മണിക്കലിൽ, നൂനിൻ്റെ മണിക്കലിൽ ശബ്ദത്തിൽ തഫ്ഖീമോ തർക്കീഖോ നൽകണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. യകൂനു സൗതു നൂനിൽ മുഖ്ഫാതി മുഫഖമൻ ഇൻ ജാഅ ബഅദഹു ഹർഫുൻ മുഫഖം നഹ്വു മൻസൂറ. ഈ പദത്തിലെ സ്വാദാണ് ഇഖ്ഫാൻ്റെ ഹർഫ്. ഇവിടെ സ്വാദ് തഫ്ഖീം ചെയ്തുച്ചരിക്കേണ്ട അക്ഷരമായതുകൊണ്ട് നൂനിനെയും തഫ്ഖീം ചെയ്യേണ്ടതാണ്. മൻ എന്ന തഫ്ഖീമോട് കൂടിയുള്ള ഗുന്നത്ത്, മണിക്കൽ. മൻസൂറ ബിരീഹി വരെയും തർക്കീഖ്, പിന്നീടുള്ള നൂനിൻ്റെ ശബ്ദത്തെയാണ് തഫ്ഖീം ചെയ്യേണ്ടത്. ബിരീഹി സ്വർ സ്വർ, ബിരീഹി സ്വർ സ്വർ. അൻ തബഖ് അൻ തബഖ് ഉൻദുർ. ഇവിടെ وذلك بسبب رجوع لسان المزمار وتصاعد الصويت الفموي إلى قبة الحنك. നാവിൻ്റെ ആ അറ്റത്തിൻ്റെ മടക്കം, അതുപോലെ ശബ്ദം, വായിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ശബ്ദം ഈ അണ്ണാക്കിൻ്റെ തുറന്ന ഭാഗത്തേക്ക്, ആ മേലെയുള്ള എന്താ പറയുക, കുബ്ബ എന്ന് പറഞ്ഞല്ലോ, ആ ഭാഗത്തേക്ക് കയറുന്നു എന്നതാണ് ഇതിനുള്ള കാരണമായി. വയകൂനു സൗതുഹ മുറഖഖൻ ഇൻ ജാഅ ബഅദഹു ഹർഫുൻ മുറഖഖ. എന്നാൽ നേർ വിപരീതമായിക്കൊണ്ട് ശേഷമുള്ള അക്ഷരം തർക്കീഖ് ചെയ്യപ്പെടുന്ന അക്ഷരമാണെങ്കിൽ നൂനിൻ്റെ ശബ്ദവും തർക്കീഖ് ചെയ്യപ്പെടുന്നതായിരിക്കും. അൽ ഇൻസാൻ എന്ന ഉദാഹരണം, യൂസാൻ എന്ന് പറയരുത്, നമ്മൾ സൂചിപ്പിച്ചതാണത്. അൽ ഇൻസാൻ ഖംസത്തുൻ സാദിസുഹും
أنفسكم من دون الله ഞാൻ ഇപ്പോഴാണ് സ്ക്രീൻ ഷെയർ ആയതല്ലേ? ഓക്കെ, ശരി. അടുത്തതായി പ്രധാനമായും നമ്മൾ അറിയേണ്ടത് പരിശുദ്ധ ഖുർആനിലെ എഴുതുവാൻ സ്വീകരിച്ച രീതിയാണ്. നമ്മൾ ഓതുന്ന മുസ്ഹഫിൽ അലാമത്തു ഇഖ്ഫാഇ നൂനി സാകിന ഫി ളബ്തിൽ മുസ്ഹഫ് ഹിയ തജ്രീദു അന്നൂനി മിനസ് സുകൂൻ മഅ അദമി തശ്ദീദിൽ ഹർഫി താലി. ഇഖ്ഫാഇന്റെ സന്ദർഭങ്ങളിൽ സാകിന നൂനിനെ സുക്കൂൻ എഴുതാതെ, സുക്കൂൻ ഇല്ലാതെ എഴുതിയിട്ടുണ്ടാകും. ശേഷമുള്ള അക്ഷരത്തിൽ തശ്ദീദ് ഉണ്ടാവുകയുമില്ല, ഷദ് എഴുതുകയുമില്ല. അത് നമുക്ക് എഴുത്തിൽ കാണാം. മിൻ ദൂനില്ലാഹി എന്ന് എഴുതിയെടുത്ത് നൂനിന് സുക്കൂൻ എഴുതിയിട്ടില്ല, ദാലിന്മേൽ ഷദ്ദുമില്ല. ഇതാണ് മറ്റൊരു കാര്യം. അൻകാന മിൻ ഖബൽ, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അഥവാ സുക്കൂനുള്ള നൂൻ ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരം വന്നിട്ടുണ്ടെങ്കിൽ നൂനിന് സുക്കൂൻ ഉണ്ടാവുകയില്ല, എഴുതുകയില്ല. ഇഖ്ഫായിൻ്റെ അക്ഷരത്തിന് ഷദ്ദും ഉണ്ടാവുകയില്ല. ഇനി തൻവീനിൻ്റെ രൂപം എഴുത്തിൽ, തൻവീൻ എഴുതുമ്പോൾ തതാബുഉൽ ഹറകതൈനി മഅ അദമി തശ്ദീദിൽ ഹർഫി താലി, ഇപ്രകാരം എഴുതിയിട്ടുണ്ടാകും. രണ്ട് ഹറക്കത്തുകളെയും താഴെ എഴുതി കാണിച്ച രൂപത്തിലാണ് ഖുർആനിൽ എഴുതുക. ഫത്ഹ അല്ലെ തൻവീൻ ബിൽ ഫത്ഹ്, മാഅൻ സജ്ജാജ, ഇങ്ങനെ അല്പം തെറ്റിച്ചുകൊണ്ട് എഴുതും. കസ്റ എഴുതിയത് നോക്കൂ, ഷഹീദ്. അതുപോലെ ضമ്മാണെങ്കിൽ ഐനുൻ ജാരിയ, രണ്ട് ضമ്മും ഒരേ രൂപത്തിലുള്ള രണ്ട് ضമ്മ് തുടരെയായി എഴുതിയിട്ടുണ്ടാകും. ഇതാണ് ഇഖ്ഫാഇൻ്റെ അടയാളമായിട്ടുള്ളത്. ഇവിടെ പ്രധാനമായി സൂചിപ്പിക്കുന്നത് ഇഖ്ഫാഇൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന ചില അബദ്ധങ്ങളാണ്. ഒന്ന്, ഇഖ്ഫാഇൻ്റെ മാത്രമല്ല ഇതുവരെ നാം മനസ്സിലാക്കിയ എല്ലാ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ അബദ്ധം സാക്കിന നൂനിൻ്റെയും തെൻവീനിൻ്റെയും ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ഇഖ്ഫായിൽ മാത്രമല്ല മറ്റ് സന്ദർഭങ്ങളിലുമൊക്കെ. ഒന്നാമത്തെ അബദ്ധം ഇദ്ഹാറുഹുമാ ഇൻദ അഹ്റുഫിൽ ഇദ്ഗാം വൽ ഖൽബ് വൽ ഇഖ്ഫാ. ഇദ്ഗാമിൻ്റെയും ഇഖ്ലാബിൻ്റെയും ഇഖ്ഫാഇൻ്റെയും സന്ദർഭത്തിലൊക്കെ അതിനെ ഇദ്ഹാർ ചെയ്യുക, വെളിവാക്കുക. മണിക്കുന്നുണ്ടാകും, പക്ഷെ വെളിവാക്കി പറയാം. ഉദാഹരണം ഞാൻ പറയുന്നില്ല, സമയം അധികം എടുക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്, അത് തെറ്റായ രീതിയാണ്, അങ്ങനെ വരരുത്. രണ്ടാമത്തെ അബദ്ധം ഇദ്ഗാമുഹുമാ ഫിൽ വാവി വൽ യാ മിൻ ഗൈരി ഗുന്ന, മണിക്കാതെ വാവിലും യായിലും ഇദ്ഗാം ചെയ്യുക. ഖൈറയ്യറ എന്നൊക്കെ എന്ത് ചെയ്യുക, മിവ്വാഖ് എന്ന് തീരെ മണിക്കാതെ ഇദ്ഗാം ചെയ്യുക, അത് തെറ്റാണ്. മണിച്ചുകൊണ്ടാണ് ഇദ്ഗാം ചെയ്യേണ്ടത്. മൂന്നാമത്തേത് തർക്കു ഫുർജത്തിൻ ബൈന അശ്ശഫതൈനി ഇൻദ ഖൽബിഹിമാ മീമൻ മുഖ്ഫാതൻ വഹുവ അംറുൻ മുഹ്ദസ് ഫീ നഹ്വി മിൻ ബഅദി. അദ്ദേഹം അത് ഐമൻ സുവൈദ് പ്രത്യേകം അത് ചുവന്ന കളറിൽ സൂചിപ്പിച്ച കാര്യം, നോട്ട് ചെയ്ത കാര്യം, അംറുൻ മുഹ്ദസ്, ഒരു പുതുതായി ഉണ്ടായ രീതിയാണ്. എന്ത്? ഈ സക്കിനായ നൂനിനെ ഇഖ്ലാബ് ചെയ്യുമ്പോൾ അതിൽ ഇഖ്ഫാ, മീമൻ മുഖ്ഫാതൻ, ഇഖ്ഫാ ചെയ്യപ്പെടുന്ന മീമായിട്ടാണ് അവിടെ ഉച്ചരിക്കേണ്ടത്. അവിടെ എന്ത് ചെയ്യുക?
ചുണ്ടിനിടയിൽ വിടവ് കൊടുക്കുക. തർക്കു ഫുർജത്തിൻ ബൈന ഷഫതൈൻ, വിടവ് കൊടുത്തുകൊണ്ട് പറയാം. അതാവട്ടെ അമ്രുൻ മുഹ്ദസാണ്, അങ്ങനെ ചെയ്യരുത്, അതൊരു പുതിയ രീതിയാണ്. മീ മീ ബാദി എന്ന് ഇങ്ങനെ വായ തുറന്നു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അല്പം വിടവ് കൊടുത്ത് മീ ബാദി എന്നൊക്കെ പറയുക. അങ്ങനെ വേണ്ട, ചുണ്ട് ചേർത്ത് വെച്ച് തന്നെ. എന്നാൽ കസ്സു ഷഫതൈൻ അമർത്തി വെക്കേണ്ടതില്ല, അതാണ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ മീൻ ബാദി എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഇഖ്ഫാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇഖ്ലാബ് ഫലത്തിൽ ഇഖ്ഫാ ഷഫവി. നാലാമത്തെ തെറ്റ് ജഅലുൽ ഫമി അലാ ഹൈഅത്തിൻ വാഹിദ ഇൻദ അഹ്റുഫിൽ ഇഖ്ഫാ ജമീഅ, എല്ലാ ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളിലും വായയുടെ രൂപം ഒരേ കോലത്തിലാവുക. അങ്ങനെ പറയരുത്. മീൻ അല്ലേ, മൗ, രണ്ടും വ്യത്യാസമുണ്ടല്ലോ. ഒന്ന് ഇഖ്ഫാ മുറഖഖാണ് അല്ലേ, ഗുന്ന മുറഖഖ, മീൻ അല്ലേ, മീൻ ദൂനില്ല. എന്നാൽ രണ്ടാമത്തേതോ മൗ സൂറ എന്ന് തഫ്ഖീം ചെയ്യേണ്ടതാണ്. എന്നാൽ ഇതിനൊക്കെയും ഒരേ രൂപത്തിൽ വെച്ചുകൊണ്ട് പറയാം. അഞ്ചാമത്തെ തത്വീലു സമൻ ഗുന്നതിഹിമാ സിയാദതൻ അനിൽ മത്ലൂബ്, നൂനിനെയും തൻവീനെയും കൂടുതൽ സമയമെടുത്ത് മണിക്കുക. മീൻ ഹാദ് എന്ന് മണിച്ചോതുക തെറ്റാണ്. മീൻ ഖബിൽ, ചിലർ മീൻ എന്നൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ശൈലി സ്വീകരിച്ച് ഇങ്ങനെ വല്ലാതെ മണിക്കും. അതൊക്കെ തെറ്റാണ്, അങ്ങനെയൊന്നും ചെയ്യരുത്. 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചാൽ മതി. ഫലൻ നസീദ്, അവിടെ കൂടുതൽ സമയമെടുത്ത് മണിക്കൽ തെറ്റാണ്. ആറാമത്തേത് ഇഖ്ഫാഉ മാ ഇൻദ അൽ ഗൈൻ വൽ ഖാ, ഗൈനും ഖാഉം ഒക്കെ ഉച്ചരിക്കുന്നിടത്ത് ഇഖ്ഫാ ചെയ്യുക. അത് യഥാർത്ഥത്തിൽ അബൂ ജഅഫറിൻ്റെ ഖിറാഅത്തിലുള്ളതാണ്. 10 ഖാരികളിൽ മുതവാത്തിറായ ഖിറാഅത്താണ് അബൂ ജഅഫർ. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുള്ള ഒരു ശൈലിയാണ് അജ്റുൻ ഗൈറു, അജ്റുൻ ഗൈറു എന്ന് മണിച്ചുകൊണ്ട് ഓതുക. എന്നാൽ നമ്മുടെ റിവായത്തിൽ അങ്ങനെ ഓതൽ തെറ്റാണ്. മിൻ ഖൈർ എന്ന് മണിക്കുക എന്നത് തെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ